സേഫ് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നമുണ്ട്. ഇനി ഇത് മാറ്റിക്കഴിഞ്ഞാലുള്ള റിസൾട്ടോ അടിപൊളിയായിരിക്കും. സോ നമ്മൾ പല കേസിലും നമ്മുടെ കരിയറിലായിക്കോട്ടെ, നമ്മളെ പ്രൊഫഷണലിലായിക്കോട്ടെ, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മൾ പല സൈഡിലേക്ക് സേഫ് സോണിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഹ്യൂജ് പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അതുപോലെ തന്നെ നിങ്ങളൊരു ലേസി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ മാത്രം ഇരിക്കുകയായിരിക്കും ചെയ്യുക. ഇത് ലൈവ് ആയിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ബിസിനസ്സിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഒരു ഇൻസിഡന്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള. ഒബ്വിയസ്ലി ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ഇപ്പോൾ ഒരു സേഫ് സോണിലാണെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് വലിയൊരു റിസൾട്ട്, വലിയൊരു ഗ്രോത്ത് കാണാൻ വേണ്ടി പറ്റും. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ജ്യൂസ് സ്റ്റോൾ സ്റ്റാർട്ട് ചെയ്തു. ഇനീഷ്യൽ സ്റ്റേജിൽ ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം നല്ല സ്ട്രഗിൾസ് ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. പുത്തൂർമടായിരുന്നു നമ്മൾ ഓഫീസ്. അത് ചെറിയൊരു ഓഫീസിൽ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ആ ചെറിയൊരു ഓഫീസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വർക്കുകളും കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് വന്നു. പിന്നെ നമ്മൾ അവിടെ അങ്ങനെ സ്റ്റെക്കായി പോയി. അതായത് ആ ഓഫീസിൽ തന്നെ മേ ബി എന്താ റീസൺസ് എന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് വരാം, അല്ലെങ്കിൽ വീട്ടിൽ പോകണമെങ്കിൽ വീട്ടിൽ പോകാം പെട്ടെന്ന്, എല്ലാ രീതിയിലും ആക്സസിബിൾ ആയതുകൊണ്ടും പ്രത്യേകിച്ച് വലിയ ഒരു ഡിഫിക്കൽട്ടീസ് ഒന്നും എനിക്ക് അതിൻ്റെ സറൗണ്ടിങ്സ് ഇല്ല. നമ്മളെ നാടിനാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതായപ്പോൾ റെന്റും കാര്യങ്ങളൊക്കെ ബേസിക്കലി കുറവായി, ചെറിയൊരു റൂമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം എനിക്ക് മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഞാൻ അവിടെ പെട്ടിട്ട് ആ ഒരു കംഫർട്ട് സോണിൽ പെട്ട് ഞാൻ കുറേ മന്ത്സ് ഞാൻ അവിടെ വേസ്റ്റ് ചെയ്തു. മേ ബി ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് റിസൾട്ട് ഇല്ലാത്ത, എന്തുകൊണ്ടാണ് റിസൾട്ട്, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്ന് മനസ്സിലാവില്ല. അവിടെ തന്നെ നിൽക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്ര റവന്യൂ ഉണ്ടാക്കുന്നു, ഇത്ര എക്സ്പെൻസ് ഉണ്ടാവുന്നു, ഇത്ര പ്രോഫിറ്റ് ഉണ്ടാവുന്നു, അത് കണ്ടിന്യൂസ് ആയിട്ട് ആ മന്ത്സിലെല്ലാം അങ്ങനെ തന്നെ പോകുന്നു. ഇതിലാണ് റവന്യൂവിൽ വലിയ ഹ്യൂജ് ക്രിയേഷൻ, വലിയ രീതിയിൽ മാറ്റില്ല. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എക്സ്പെൻസ് നമ്മൾ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. നമ്മളാണെങ്കിൽ നമുക്കുള്ള എക്സ്പെൻസും വളരെ കുറവ്. അപ്പൊ ബാക്കി വരുന്ന പ്രോഫിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കംഫർട്ട് സോണിൽ ആ ഒരു ലൂപ്പിലായിട്ട് ഇങ്ങനെ പെട്ടുപോവുകയായിരുന്നു. അങ്ങനെ പോയി. പക്ഷെ നമ്മൾ മീറ്റിംഗ്സിനൊക്കെ ഇരിക്കുന്ന സമയത്ത്, ഞാനും ജിഫ്രി മീറ്റിംഗ് ഇരുന്ന് എന്താ നമുക്ക് പറ്റിയ, എന്താ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ മേ ബി ടാർഗറ്റ്സ് സെറ്റ് ചെയ്യും, പക്ഷെ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല. പക്ഷെ ഒരു കൂൾ മൈൻഡ് സെറ്റ് ആയിരുന്നു. അട്ടർലി വേറെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം രാവിലെ വരുന്നു, ഈവൻ നേരത്തെ ഇറങ്ങണമെന്നൊന്നുമില്ല, വീടിന്റെ അടുത്ത് തന്നെയാണ്. അപ്പം കൂളായിട്ട് നേരത്തെ കുഴപ്പമില്ലാതെ എടുത്ത് സമയത്ത് എണീച്ച് മെല്ലെ പോയാലും ഓഫീസിലെത്താം. വർക്കുകൾ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഓൾറെഡി ഉള്ള വർക്കുകളാണ്, ഡേ ടു ഡേ ചെയ്യുന്ന വർക്കുകളാണ്. ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ സ്റ്റാഫിന് കൊടുക്കാതെ നമ്മൾ തന്നെ ചെയ്യും, കാരണം ആ സാലറി കൂടി കട്ടാവാനൊക്കെ വേണ്ടി. അങ്ങനെ ചെയ്ത് പക്ഷെ ഇത് തന്നെ റുട്ടീൻ, ഡേ ടു ഡേ ഇത് തന്നെ സംഭവം. അങ്ങനെ ഇതിനൊരു ചേഞ്ചസ് വേണം. പിന്നെ ഒരുപാട് സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിയലൈസ് ചെയ്തത്, ആക്ച്വലി നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ടാണോ ഈ ഒരു പ്രശ്നം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേറൊരു സ്പേസ്, ഇപ്പം ഹൈലൈറ്റിൽ തന്നെ വേറൊരു സിംഗിൾ ചെയറിലായിരുന്നു ആദ്യം എടുത്തിരുന്നത്. ആദ്യം ഒരു സിംഗിൾ ചെയർ സ്പേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ സിംഗിൾ ചെയർ ജസ്റ്റ് എടുത്ത് നമ്മൾ ഇരിക്കും. അപ്പോൾ ചിലപ്പോൾ മേ ബി ഞാനായിരിക്കും അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ജിഫ്രി ആയിരിക്കും അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ ജസ്റ്റ് ഇരിക്കും. രണ്ടാളും സെപ്പറേറ്റ് ചെയ്ത്, അതായത് ഡെയിലി രണ്ടാളും വരുന്നു, നമ്മൾ രണ്ടാളും ഇരുന്ന് വർത്താനം പറഞ്ഞ് ചായയും കുടിച്ച് തമാശ വർക്കും ചെയ്ത് അങ്ങനെ പോകുന്ന സാധനം ഒന്ന് സ്പ്ലിറ്റപ്പ് ചെയ്തു. മേ ബി നമ്മൾ സംടൈംസ് നമ്മൾ വിട്ടിരിക്കുന്ന സമയത്ത് മേ ബി പുതിയ ഐഡിയാസ് വരലും, നമ്മൾ കോളിലൂടെ ഷെയർ ചെയ്യലും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യലും, അങ്ങനെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് പറയാൻ പറ്റും. അതായത് കംഫർട്ട് സോണിന് ബ്രേക്ക് ആയി എന്ന് തന്നെ പറയാം. കാരണം കംഫർട്ട് സോണിൽ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് പോയിരുന്നു, വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കായിരുന്നു എന്നൊക്കെ ഉള്ള മാറി പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം, പുറത്ത് പോകണം, ഡെയിലി പോകണം, നേരത്തെ എത്തണം, കുറെ ലേറ്റ് ആയാലും വർക്ക് കഴിഞ്ഞാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. വേറെ കമ്പനിക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നേ. അവിടെ ഉള്ളപ്പോൾ പുത്തൂർമേടുള്ള സമയത്ത് ഞാൻ ഒരുപാട് വർക്കൊക്കെ ലാഗായിട്ടായിരിക്കും ചെയ്യാം. അതായത് ഒരുപാട് സമയം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അത് നേരെ ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ബാക്കിയും ഒരുപാട് വർക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരുന്നുണ്ട്. സോ ഞാൻ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്കൊരു മാറ്റം ഉണ്ടായത്. ആ ഒരൊറ്റ ബ്രേക്കിൽ ഞാൻ ഒരുപാട് കണക്ഷൻസും നെറ്റ്വർക്കും, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നെറ്റ്വർക്കിംഗ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ആ ഒരു വീഡിയോയിലൂടെ ഞാൻ ഹൈലൈറ്റിൽ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ സ്പേസസ് ഒക്കെ കുറച്ച് വലുതാക്കി അവിടുന്ന് ഒരു നമ്മളെ പെർപെക്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള റാഫി ബ്രോനെ കണ്ടു. അങ്ങനെ ഡിസ്കഷൻസ് നടന്നു, വേറെ ലെവലിലേക്ക്. അപ്പൊ നമ്മൾ മെല്ലെ ടീമിനെ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്തു. റിസ്ക് ആണ്. കംഫർട്ട് സോണിൽ നമുക്ക് ഇത്ര സ്റ്റാഫേ പറ്റുള്ളൂ, ഒരു 10-15 സ്റ്റാഫ്
ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതേ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കംഫർട്ട് സോൺ അങ്ങ് ബ്രേക്ക് ആയത് നമ്മൾ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. അവിടുന്ന് നമ്മൾ നേരെ നടക്കാവ് ഓഫീസ് എടുത്തപ്പോൾ അത് ചെറിയൊരു ഓഫീസാണ് ആദ്യം എടുത്തത്. പിന്നെ അത് കുറച്ചുകൂടി ചെറുതാണെങ്കിലും റെന്റ് കൂടുതലാണെങ്കിലും പോലും കുഴപ്പമില്ല, ഇതെങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ചുകൂടി വലുതെടുത്ത് കുറച്ചുകൂടി ടീമിനെ കൂട്ടി അങ്ങനെ കൂട്ടി ഇപ്പം അൽഹംദുലില്ലാ ഇപ്പൊ വലിയൊരു ഓഫീസിലേക്ക് എടുത്തു. അത്യാവശ്യം നല്ല ടീം സ്ട്രെങ്ത്തിലേക്ക് കൂട്ടി. അത്യാവശ്യം 1-2 ഫേമുകളും ഇതിന്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. സോ ഇതൊരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു സിംഗിൾ കംഫർട്ട് സോണിന് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള അൽഹംദുലില്ലാ. അപ്പൊ ഇതേപോലെ നിങ്ങളും നിങ്ങളെ കംഫർട്ട് സോണിൽ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആ ഗ്രോത്ത് നിങ്ങൾക്ക് 100% ഉണ്ടാവും. സോ ഇത് എനിക്ക് പറയാൻ വേണ്ടി പറ്റിയത് എൻ്റെ ലൈവ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പിന്നെ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താലും മേ ബി ഇത് വീണ്ടും കംഫർട്ട് സോണിലേക്ക് എത്തും. അതായത് ഇപ്പോഴത്തെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നമ്മളൊരു ഗ്രോത്ത് എത്തിയാൽ വീണ്ടും ഒരു കംഫർട്ട് സോൺ അവിടെ ക്രിയേറ്റ് ആവും. അതിലും നമ്മൾ പെട്ടുപോരുത്. അതും നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഒരു എൻഡ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു സക്സസും നമ്മളെ ഗ്രോത്തും. ഇപ്പൊ എനിക്ക് പിറകോട്ട് നോക്കുന്ന സമയത്ത് ആ ഓഫീസും ഞാൻ കളഞ്ഞ സമയവും കാര്യങ്ങളും ഞാൻ പൊട്ടിച്ച് ഇതാണ് എനിക്ക് ഇപ്പൊ നല്ല രീതിയിൽ നല്ല ഒരു എനിക്ക് തന്നെ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു മൊമെന്റ്, അല്ലെങ്കിൽ എനിക്ക് തന്നെ അത്ര പ്രൗഡ് മൊമെന്റ് എന്ന് പറയുന്നത് ആ ഒരു കാര്യം ഞാൻ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ ഞാൻ അത് കണക്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ കംഫർട്ട് സോണിലാണെങ്കിൽ ഞാൻ ഇവാലുവേറ്റ് ചെയ്ത് ഞാൻ എപ്പോൾ ഇറങ്ങും. അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഞാൻ പുതിയ വെഞ്ചേഴ്സ് ആയിക്കോട്ടെ, പുതിയ വെഞ്ചേഴ്സിലേക്ക് ടേക്ക് പാർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതാണ്. സോ നിങ്ങളെ കരിയർ ആയിക്കോട്ടെ, പ്രൊഫഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാവും. ഇപ്പൊ മേ ബി ഒരു 9 to 5 ജോബ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ 9 o'clock എത്തി 5 o'clock നിങ്ങൾ പോകുന്നു. ഇത് ഡേ ടു ഡേ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കംഫർട്ട് സോണിലാണ്. നിങ്ങൾ സാലറി കിട്ടുന്നുണ്ട്, ആ സാലറി കൊണ്ട് EMI പോകുന്നുണ്ട്, നിങ്ങളെ ചെലവുകൾ പോകുന്നുണ്ടെങ്കിൽ അത് കംഫർട്ട് സോണാണ്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജോലി നിർത്താനല്ല, ജോലി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യാം. ഇപ്പൊ ഡേ ടു ഡേ നിങ്ങൾ റുട്ടീനായിട്ട് ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയി പോകുന്ന സമയത്ത് അതൊന്ന് ബ്രേക്ക് ചെയ്ത് എന്തെങ്കിലും അഡീഷണലി കുറച്ച് വർക്കും കൂടി പിടിക്കുക, അല്ലെങ്കിൽ അഡീഷണൽ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കംഫർട്ട് സോൺ ബ്രേക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രോത്ത് കാണാം. പിന്നെ മറ്റ് ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ചില ആൾക്കാരുണ്ട് പണിക്ക് ഇപ്പം പോകുന്നുണ്ട്, അപ്പോൾ ഇന്ന് അത്യാവശ്യം ക്യാഷൊക്കെ ആയിട്ട് എന്താക്കാം ബിസിനസ്സിലേക്ക് കിടക്കാം. ഒരിക്കലും നടക്കൂല. ബിസിനസ്സിലേക്ക് നിങ്ങൾ കടക്കണം. അപ്പം ആ തീരുമാനിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഇറങ്ങി തിരിച്ചാലേ അത് നടക്കുള്ളൂ. കംഫർട്ട് സോൺ ഒക്കെ ഉണ്ടാവും. കംഫർട്ട് സോൺ ആണ് നിങ്ങളെ ബാക്കോട്ടേക്ക് വലിക്കുക, നിങ്ങൾക്ക് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മടി. ഈവൻ നിങ്ങളെ സിമ്പിൾ ചെറിയ കാര്യത്തിൽ വരെ കംഫർട്ട് സോൺ ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഫോൺ വാങ്ങണം. ഫോൺ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങണം, നിങ്ങൾക്ക് യാത്ര ചെയ്താലേ നിങ്ങളുടെ ക്ലയൻസിനെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കഷ്ടപ്പെട്ട് പൈസ ഒപ്പിച്ച് വാങ്ങിയാലേ നിങ്ങൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇതെല്ലാം സെറ്റായിട്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ആവാം, അതെ മെല്ലെ എനിക്ക് ഇതൊക്കെ സെറ്റായിട്ട് അത് ചെയ്യാന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. ബിസിനസ്സുകാരോടാണ് മെയിൻലി പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ കംഫർട്ട് സോൺ നോക്കണ്ട. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ബ്രേക്ക് ചെയ്ത് വെറുതെ ഇരിക്കല്ല, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നതാണ്. സോ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇതുപോലത്തെ നിങ്ങൾ പേഴ്സണലി ഗ്രോത്ത് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, പേജ് ചെക്ക് ചെയ്യുക. സോ താങ്ക് യു.